നമസ്കാരം. ഇന്ന് പാർലമെന്റിൽ കാണാൻ കഴിഞ്ഞത് കരുത്തുറ്റ ഒരു പ്രതിപക്ഷത്തെയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതിരൂക്ഷ വിമർശനം പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിക്കുമ്പോൾ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വരുന്ന കാഴ്ചയാണ് ലോക്സഭയിൽ കണ്ടത്. തിരുവനന്തപുരം വെൺപാലവട്ടം മേൽപ്പാലത്തിൽ നിന്ന് സ്കൂട്ടർ താഴേക്ക് വീണ് ഒരു മരണം, 3 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ 2 പേർക്ക് ഗുരുതര പരുക്ക്. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമം പ്രാബല്യത്തിൽ വന്നു. ഇതടക്കം ഇന്ന് സംഭവിച്ച എല്ലാ വാർത്തകളും ഏറ്റവും സമഗ്രമായി പ്രേക്ഷകരിലെ അറിയിക്കുന്ന ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് സംഭവിച്ച വാർത്തകളിലേക്ക് വിശദമായി. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാർത്തയിലേക്ക്. വെൺപാലവട്ടത്ത് മേൽപ്പാലത്തിൽ നിന്ന് സ്കൂട്ടർ താഴേക്ക് വീണു. ബൈക്ക് യാത്രക്കാരിയായ യുവതി മരിച്ചു. വെള്ളാർ സ്വദേശിനി സിനിയാണ് മരിച്ചത്. സിനിയുടെ സഹോദരി സിമിയും മകൾ ശിവന്യയും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, കണ്ടു നിൽക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളാണിത്. എങ്ങനെയാണ് ഇവർ മുകളിൽ നിന്ന് താഴേക്ക് വീണത്? ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? അനുജ, തിരുവനന്തപുരം ആക്കുളത്തെ വെൺപാലവട്ടം മേൽപ്പാലം, ഈ ദേശീയപാതയുടെ ഭാഗമായുള്ള വെൺപാലവട്ടം മേൽപ്പാലത്തിനാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ ദേശീയപാതയുടെ ഭാഗമായി വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ വിശാലമായ ഒരു പാലമാണ്. ആ പാലത്തിലൂടെ നിരവധി വാഹനങ്ങൾ ദിവസവും കടന്നു പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇപ്പോൾ നിലവിൽ പോലീസുമായൊക്കെ അന്വേഷിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു വിവരം, ഇത്തരത്തിൽ ഉച്ചയ്ക്ക് 1:30 ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതായത് അത്യാവശ്യം വേഗത വാഹനത്തിനുണ്ടായിരുന്നു. ആ വാഹനം ഈ പാലത്തിന്റെ ഏതാണ്ട് ഈ നടുക്കെത്തിയപ്പോൾ അതിന്റെ ഒരു നിയന്ത്രണം വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഏതാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 പേർ, കുഞ്ഞടക്കം 3 പേരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഈ പാലത്തിന്റെ നടുവിലേക്ക് എത്തിയപ്പോൾ ഇത്തരത്തിൽ ആ വാഹനത്തിന് നിയന്ത്രണം വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. നമുക്കിപ്പോ ഈ കാണുന്ന പോലെ നമുക്ക് ഈ പാലത്തിന്റെ ഈ ഭിത്തിയാണിത്. ഈ ഭിത്തി, അതായത് നടുക്കുകൂടെ വന്ന വണ്ടി അവിടെ നിന്ന് നിയന്ത്രണം വിടുകയും ആ നിയന്ത്രണം വിട്ട് ഈ ഭിത്തിയിലേക്ക് ഇടിച്ചിട്ടാണ് ഈ വാഹനം ഇവിടെ വീഴുന്നത്. പക്ഷെ വാഹനം താഴേക്ക് പോയില്ല. വാഹനം ഇവിടെ തന്നെ വീണു. അതായത് വാഹനം മേൽപ്പാലത്തിൽ തന്നെ വീണു. പക്ഷേ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന 3 പേർ, അതായത് സിനി, അതുപോലെ തന്നെ സിമിയുടെ മകൾക്ക് 3 വയസ്സ് പ്രായമായിരുന്നു. ഇവർ 3 പേരും ഈ പൊടുന്നനെ ഈ പാലത്തിന് താഴേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ നേരത്തെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അത്തരത്തിൽ നേരെ താഴേക്ക് പതിക്കുന്നു. ഗുരുതരമായ പരിക്കായിരുന്നു ഈ 3 പേർക്കും ഉണ്ടായിരുന്നത്. അല്പസമയം മുമ്പാണ് നമ്മളൊക്കെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത ഇവിടെ ഈ കഴക്കൂട്ടിൽ നിന്ന് പുറത്തു വന്നത്. അതായത് സിമി എന്ന് പറയുന്ന 35 വയസ്സുള്ള വെള്ളാർ സ്വദേശി യുവതി അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരണപ്പെട്ട വിവരം നമ്മൾ കുറച്ച് നേരത്തെ അറിയാം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ വണ്ടിയിൽ നിന്ന് അവർ വീണപ്പോൾ താഴെ വീണ ആ സ്ത്രീയുടെ ഒരു ഷോളാണ് നമുക്കിപ്പോൾ ആ ദൃശ്യത്തിൽ കാണാൻ പോകുന്നത്. അതായത് ഇത്രയും ഉയരമുള്ള ഒരു പാലത്തിൽ നിന്ന് എങ്ങനെ ഇത്തരത്തിൽ ഈ ഒരു ഭിത്തി ഉണ്ടായിട്ട് പോലും എങ്ങനെ ഇത്തരത്തിൽ ഈ വണ്ടി വന്ന് ഇടിച്ച് ഈ 3 പേർ താഴേക്ക് പോയി എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമായി ഈ പോലീസിന്റെ മുമ്പിലുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വണ്ടി അപകടത്തിൽപ്പെടുന്നത്, ഏതെങ്കിലും തരത്തിൽ ഇവർ ഉറങ്ങിപ്പോയിരുന്നോ, അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ അപകടം നടന്ന വണ്ടി ഒരു സ്കൂട്ടറായിരുന്നു. ഇവർ സഞ്ചരിച്ചത് ഒരു സ്കൂട്ടറിലായിരുന്നു. സ്കൂട്ടർ എന്തായാലും നിലവിൽ പേട്ട പോലീസ് സ്റ്റേഷൻ ആളുകളെത്തി ഇവിടെ നിന്ന് ആ വാഹനം പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ പ്രധാനമായും പോലീസിന്റെ ഒരു നിഗമനമായി പറയുന്നത്, അതായത് ഈ പാലത്തിന്റെ മുകളിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അത്തരത്തിൽ ഈ ഉച്ച സമയത്തൊക്കെ വരുമ്പോൾ വലിയ കാറ്റുണ്ടായിരുന്നിരിക്കണം. വലിയ കാറ്റും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലൊരു ചെറിയ അശ്രദ്ധ തന്നെ മതി. ചിലപ്പോൾ വണ്ടി വെട്ടിച്ചാൽ വരെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ അപകടം ഉണ്ടാകുമ്പോഴും ഇത്രയും ഈ ഭിത്തി ഉൾപ്പെടെയുള്ള സുരക്ഷ ഈ പാലത്തിൽ ഉള്ളപ്പോഴും എങ്ങനെ ഈ 3 പേർ, ഒരു പിഞ്ചു കുഞ്ഞടക്കം ഈ 3 പേരും പാലത്തിന് താഴേക്ക് പോയി എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ വലിയ തിരക്കുള്ളൊരു സ്ഥലമാണ്. ഈ ദേശീയപാത 66ന്റെ ഭാഗമായി വലിയ തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ പാലം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇവിടെയാണ്, അതായത് ഈ നടുക്ക് നിന്ന് വന്ന വണ്ടി അവിടെ നിന്ന് ഈ നിയന്ത്രണം തെറ്റി ഇവിടെയാണ് ഇടിക്കുന്നത്. ഇവിടെ ഇടിച്ച് വണ്ടി 2 തവണ ഇവിടെ ചുറ്റിക്കറങ്ങിയതിനു ശേഷം താഴെ വീണു. പക്ഷേ ഈ വാഹനത്തിലുണ്ടായിരുന്ന 3 പേർ, ഒരു പിഞ്ചു കുഞ്ഞടക്കം 2 പേർ, അതായത് ഈ കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരി, ഇവർ 3 പേരും താഴേക്ക് പോകുന്ന ആ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ അല്പസമയം മുമ്പാണ് നമ്മൾ കണ്ടത്. പക്ഷേ പോലീസിന് ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ പോലീസിന് പ്രധാനമായും ഒരു ചോദ്യമായി വരുന്നത്, എങ്ങനെ ഈ ഇത്രയും വലിയൊരു ഭിത്തി ഇവിടെ ഉണ്ടായിട്ടും എങ്ങനെ ഈ 3 പേരും താഴേക്ക് പോയി
അല്ലെങ്കിൽ അതിലൊരാളുടെ മരണത്തിന് കാരണമായ ആ സംഭവം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൽ കൃത്യമായ ഒരു അന്വേഷണം എന്തായാലും ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ കണ്ടുനിന്ന ദൃക്സാക്ഷികളും അല്ലെങ്കിൽ ഇതുവഴി പോയവരും ഒക്കെ പറയുന്നത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അവർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം നേരത്തെയും ഇത്തരത്തിൽ ഈ ഭിത്തിയിലിടിച്ചുള്ള അപകടങ്ങളൊക്കെ ഈ പാലത്തിനും അല്ലെങ്കിൽ ഈ ദേശീയപാത അതിലുള്ള പല പാലങ്ങളിലും ഇത്തരത്തിലുള്ള പല മേൽപ്പാലങ്ങളിലും നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു വണ്ടി ഇടിച്ച് ഈ മേൽപ്പാലത്തിൽ തന്നെ വീഴുന്നതും ഈ 3 പേർ എങ്ങനെ താഴേക്ക് പോകുന്നതുമായ ഒരു സംഭവം അത് വളരെ അപൂർവമാണ്. അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 2 പേർ, അതായത് ഈ മരിച്ച സിമിയുടെ മകൾ 3 വയസ്സുള്ള മകളും ഒപ്പം സിമിയുടെ സഹോദരി സിനിയും വളരെ ഗുരുതരമായ സാഹചര്യത്തിൽ തന്നെ ആശുപത്രിയിൽ തുടരുകയാണ്. സിമിയുടെ മരണ വാർത്തയാണ് അല്പസമയം മുമ്പ് നമ്മൾ അറിഞ്ഞത്. അനുജ, അഖിൽ ഷാ, ഇതിൽ ഏത് സാഹചര്യത്തിലാണ് നിയന്ത്രണം വിട്ടത് എന്നതിന്റെ കൂടുതൽ കാര്യങ്ങൾ അത് അറിയാൻ ഇപ്പോൾ എന്തെങ്കിലും CCTV ദൃശ്യങ്ങളുടെ പരിശോധന അതാണോ പോലീസ് നടത്തുന്നത്? ഒപ്പം ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ ആ മേൽപ്പാലത്തിലൂടെ ആ സമയം യാത്ര ചെയ്തു പോയ ആരെങ്കിലും? പോലീസിനൊരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നതും അത് തന്നെയാണ് അനുജ. അതായത് ഈ നമുക്കറിയുന്ന പോലെ ഈ മേൽപ്പാലത്തിലൂടെ വണ്ടികൾ പോകുമ്പോൾ 2 വശത്തും റോഡോ കടകളൊന്നും ഇല്ല, പാലമായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഈ വണ്ടികളൊക്കെ പെട്ടെന്ന് കടന്നു പോകും. പെട്ടെന്ന് ഈ ഉച്ച സമയമായതുകൊണ്ട് ചിലപ്പോൾ വണ്ടി കുറവായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഈ താഴേക്ക് വീഴുന്നത് ആരും ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല. അതാണ് ഈ പോലീസിന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. അതാണ്, അതായത് എങ്ങനെ ഈ അപകടം നടന്നു എന്നുള്ളതിൽ ഇതുവരെ ഒരു വ്യക്തത ഉണ്ടാവാൻ ഇടയായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. മറ്റൊരു കാര്യം, ആകെ ഈ അപകടം നടന്നു അല്ലെങ്കിൽ ഇങ്ങനെയാണ് അപകടം നടന്നത് എന്നുള്ളൊരു തെളിവ് തൊട്ടടുത്ത ഒരു കച്ചവട കേന്ദ്രമുണ്ട്. അവിടെ സ്ഥാപിച്ചിരുന്ന ഒരു CCTVയിലാണ് നമ്മൾ നേരത്തെ കണ്ട ആ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ആ ഒരു ദൃശ്യം മാത്രമാണ് ഈ അപകടത്തിന്റെ ഭാഗമായുള്ളത്. ആ ദൃശ്യത്തിൽ നമ്മൾ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ ഈ സ്കൂട്ടർ നമ്മൾ അതിൽ കാണുന്നില്ല. ആ ദൃശ്യത്തിൽ ഈ പാലത്തിന് മുകളിൽ നോക്കിയാൽ പോലും ഈ സ്കൂട്ടർ കാണുന്നില്ല. പക്ഷേ ഈ 3 പേരും പൊടുന്നനെ താഴേക്ക് വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അതിൽ കണ്ടത്. പക്ഷേ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. പിന്നെ നമുക്ക് ഈ കാണുന്ന ഈ ഓട വളരെ അപകടം പിടിച്ച ഒരു സ്ഥലം തന്നെയാണ്. അതായത് ഈ ഓട ഇങ്ങനെ തുറന്നു കിടക്കുന്നു. അവിടെ മറ്റ് സ്ലാബുകളൊന്നും ഇട്ട് മൂടിയിട്ടില്ല. പക്ഷെ അങ്ങോട്ട് ഈ ഓടയിലേക്ക് കുഞ്ഞ് ഉൾപ്പെടെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. പക്ഷേ അതിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. പക്ഷേ കൂടാതെ ഇത്തരത്തിൽ ഈ സർവീസ് റോഡിലും നിരന്തരം വാഹനങ്ങൾ പോകുന്നൊരിടമാണ്. ഈ അപകടം നടക്കുന്ന സമയത്ത് മറ്റു വാഹനങ്ങളൊന്നും അമിത വേഗതയിൽ ഇവിടെ എത്തിയില്ല. അങ്ങനെ എത്തിയിരുന്നെങ്കിൽ വീണ്ടും ജീവനുകൾ വീണ്ടും കൂടുതൽ അപകടത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്തായാലും ഈ പോലീസിനെ ഇപ്പോഴും കുഴപ്പിക്കുന്ന ഒരു കാര്യം, ഇതിലിപ്പോൾ ദൃക്സാക്ഷികൾ ഈ പാലത്തിന് മുകളിൽ നിന്നാണ് താഴേക്ക് വീഴുന്നത്. പക്ഷെ അത് കണ്ട ദൃക്സാക്ഷികൾ ആരും ഇതുവരെ പോലീസിനെ സമീപിച്ചിട്ടില്ല, ആരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. താഴെ നിന്ന് കണ്ടവർ, അതോടൊപ്പം ആ CCTV ദൃശ്യങ്ങളിൽ പെട്ട വിഷ്വലുകൾ, അത്തരം ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. പോലീസിനോട് ചോദിക്കുമ്പോഴും അവർ അത് തന്നെയാണ് പറയുന്നത്. എങ്ങനെ ഇവിടെ നിന്ന് താഴേക്ക് ഇത്രയും വലിയൊരു പാലം, ഇത്രയും വിശാലമായൊരു റോഡ് ഉണ്ടായിട്ട് പോലും എങ്ങനെ റോഡിലൂടെ പോയൊരു വാഹനം ഇത്തരത്തിൽ ഇടിച്ച് താഴേക്ക് വീണു, അവർ 3 പേർ താഴേക്ക് വീണു എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി പോലീസിന് മുന്നിലുണ്ട്. അനുജ, തിരുവനന്തപുരം വെൺപാലവട്ടത്താണ് അപകടമുണ്ടായത്. മേൽപ്പാലത്ത് നിന്ന് സ്കൂട്ടർ താഴേക്ക് വീഴുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരിയായ യുവതി മരണമടഞ്ഞിരിക്കുന്നു. ഒപ്പമുണ്ടായിരുന്ന 2 പേർ, 3 വയസ്സുള്ള കുഞ്ഞടക്കം ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇന്ന് സംഭവിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ലോക്സഭയിൽ പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഹിന്ദുക്കൾ എന്ന പേരിൽ ചിലർ അക്രമം നടത്തുന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഹിന്ദുക്കളെ മുഴുവൻ അക്രമികളായി രാഹുൽ ചിത്രീകരിച്ചു എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതികരണം. പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള ലോക്സഭയിലെ 2ാമത്തെ പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. BJP ഹിന്ദുവിന്റെ പേരിൽ വെറുപ്പും അസത്യവും പ്രചരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ രാഹുൽ പരമശിവന്റെയും ഗുരുനാനാക്കിന്റെയും ഫോട്ടോ ഉയർത്തിക്കാട്ടി. शिवजी कहते हैं डरो मत, डराओ मत, अभय मुद्रा दिखाते हैं, अहिंसा की बात करते हैं, त्रिशूल को जमीन में गाड़ देते हैं, और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा हिंसा हिंसा, नफरत नफरत नफरत, असत्य सत्य असत्य। आप हिंदू हो ही नहीं। हिंदू धर्म में साफ लिखा है सत्य के साथ खड़ा होना चाहिए. രാഹുലിന്റെ പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പലതവണ ഇടപെട്ടു. ഹിന്ദുക്കളെ രാഹുൽ ഗാന്ധി അക്രമകാരികളെന്ന് വിളിച്ചെന്ന് പ്രധാനമന്ത്രി. ये विषय बहुत गंभीर है. पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है. രാഹുൽ സഭയിൽ മാത്രമല്ല രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് അമിത്ഷാ. പതരാതെ രാഹുൽ തുടർന്നു. നോട്ട് പിൻവലിക്കൽ, അഗ്നിവീർ പദ്ധതി, GST, മണിപ്പൂർ, നീറ്റ് എന്നീ വിഷയങ്ങൾ ആയുധമാക്കിയ രാഹുൽ പ്രധാനമന്ത്രിയെ പലതവണ പരിഹസിച്ചു.
एक दिन प्रधानमंत्री 8 बजे कहते हैं पता नहीं फाइन ट्यूनिंग हो गई भगवान के साथ, डायरेक्ट मैसेज भगवान सर ने बोला है, सर प्रधानमंत्री ने ये बोला है, ये मैं नहीं बोल रहा हूं, പ്രധാനമന്ത്രി ने बोला है कि मेरा डायरेक्ट कनेक्शन है भगवान के साथ. രാഹുലിന്റെ പ്രസംഗത്തിനിടെ ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടപെട്ട സ്പീക്കർക്കെതിരെ ഹൈബീഡനും സൗഗത റായിയും രംഗത്ത് വന്നു. പ്രതിപക്ഷം ശത്രുക്കളല്ലെന്നും എന്തും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും വ്യക്തമാക്കിയാണ് രാഹുൽ പ്രസംഗം അവസാനിപ്പിച്ചത്. 24 ഡൽഹി. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് ഓഫ് ആക്കുന്നതിനെ ചൊല്ലി പാർലമെന്റിൽ ബഹളം. താൻ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നുവെന്നും ആരാണ് മൈക്ക് കൈകാര്യം ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. ചെയറിന്റെ നിർദ്ദേശപ്രകാരമാണ് മൈക്കിന്റെ നിയന്ത്രണമെന്നും തന്റെ കയ്യിൽ സ്വിച്ച് ഇല്ലെന്നും സ്പീക്കർ ഓം പ്രകാശ് ബിർള പ്രതികരിച്ചു. മൈക്കാണ് പാർലമെന്റിൽ താരം. ഭരണ പ്രതിപക്ഷ നിരകൾ പല വിഷയങ്ങളിലും കൊമ്പുകോർക്കുമ്പോൾ കാര്യങ്ങൾ ഉച്ചത്തിൽ പറയാൻ മൈക്ക് കൂടിയേ തീരൂ. രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ പറയുമ്പോൾ മൈക്ക് ഓഫ് ആവുന്നെന്ന പരാതി പ്രതിപക്ഷത്തിനുണ്ട്. കഴിഞ്ഞ ദിവസം നീറ്റ് വിഷയം ഉന്നയിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്തെന്ന് പരാതിയുണ്ടായിരുന്നു. ആരോപണം സ്പീക്കർ ഓം ബിർള നിഷേധിച്ചു. രണ്ടാം ദിവസവും മൈക്ക് ഓഫായതിൽ രാഹുൽ ഗാന്ധി പരാതിപ്പെട്ടു. सर मेरा सवाल है सर, इस माइक का कंट्रोलर किसके हाथ में? मेरे भाषण के बीच में सच्चाई ये है कि माइक ऑफ हो जाता है, मैं क्या करूं, हो जाता है वो. अब आपने देखा मैंने अयोध्या शब्द यूज किया और माइक ऑफ हो गया. नो. ആരോപണം വീണ്ടും സ്പീക്കർ നിഷേധിച്ചു. പ്രസംഗിക്കാൻ ഒരംഗത്തെ ചെയർ ക്ഷണിച്ചാൽ മൈക്ക് നൽകും. എന്നാൽ മൈക്ക് നിയന്ത്രിക്കാൻ സ്വിച്ചോ റിമോട്ട് കൺട്രോളോ തന്റെ പക്കലില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. बोलने के लिए खड़े, आपका माइक कभी बंद नहीं हुआ, कभी बंद नहीं हुआ. आप अगर आसन में जो भी विराज रहे हैं वो अगर आपका नाम नहीं पुकारते हैं तब माइक चालू नहीं होता. ये व्यवस्था हमेशा इस सदन की रही है, पुराने में भी और नए में भी. कभी आसन पे व्यक्ति पर माइक का कंट्रोल नहीं होता. സ്പീക്കറുടെ അഭാവത്തിൽ സഭ നിയന്ത്രിക്കുന്ന പാനലിൽ അംഗമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ഈ വിഷയം ഉന്നയിച്ചതിലും ഓം ബിർള അതൃപ്തി രേഖപ്പെടുത്തി. കഴിഞ്ഞ ലോക്സഭയിലും മൈക്ക് ഓഫ് ചെയ്യുന്നുവെന്ന പരാതി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉന്നയിച്ചിട്ടുണ്ട്. 24 ഡൽഹി. മുംബൈ ബുഷി ഡാമിന് സമീപം ഒഴുക്കിൽപ്പെട്ട ഒരു കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ഇതോടെ മരണസംഖ്യ 4 കാണാതായ 4 വയസ്സുകാരനു വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. വെള്ളത്തിലിറങ്ങും മുമ്പ് അഴിച്ചുവെച്ച കുഞ്ഞു ചെരുപ്പുകൾ ഇപ്പോഴും ദുരന്ത മേഖലയിൽ നോവായി കിടപ്പുണ്ട്. മഴവെള്ളം കുത്തിയൊലിച്ചെത്തിയപ്പോൾ ആരൊക്കെയോ എറിഞ്ഞു നൽകാൻ ശ്രമിച്ച മരക്കൊമ്പുകളും കാണാം. മരണത്തെ മുഖാമുഖം കണ്ട് അലറിക്കരഞ്ഞ കുടുംബത്തിന്റെ ദാരുണ ദൃശ്യങ്ങൾ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ കൺമുന്നിൽ മിന്നിമാറും. വെള്ളത്തിൽ ഒലിച്ചുപോയതിൽ 5 പേരെയാണ് കാണാതായത്. ബാക്കിയുള്ളവർ കരയ്ക്ക് കയറി. 5ൽ 3 മൃതദേഹങ്ങൾ ഇന്നലെ കിട്ടി. 2 കുട്ടികളെയും ഒരു സ്ത്രീയെയും. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ 9 വയസ്സുകാരിയെയും കണ്ടെത്തി. നേവിയുടെ മുങ്ങൽ വിദഗ്ധരും പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകരുമാണ് തെരച്ചിൽ നടത്തുന്നത്. വൻ ദുരന്തങ്ങളിലൊന്ന് നടന്ന മേഖലയാണെങ്കിലും ഇന്നും പ്രദേശത്ത് 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് എത്തുന്നത്. ഇത്രയും പേർ എത്തുമ്പോൾ അതിനാവശ്യമായ സുരക്ഷാ ബോർഡുകളോ ഉദ്യോഗസ്ഥരോ വിനോദസഞ്ചാര കേന്ദ്രത്തിലില്ല. ഡാമിലേക്ക് വെള്ളമെത്തുന്ന വൃഷ്ടിപ്രദേശങ്ങളിലേക്ക് ആളുകൾ യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് പ്രവേശിക്കുന്നത്. അങ്ങനെ പ്രവേശിച്ച 17 അംഗ സംഘമാണ് ഇന്നലെ അപകടത്തിലേക്ക് നടന്നു നീങ്ങിയതും. ബുഷി ഡാമിൽ ആദ്യമായല്ല മനുഷ്യജീവൻ പൊലിയുന്നത്. സമാനമായ അപകടങ്ങൾ ഇതിനു മുൻപും പലവട്ടം സംഭവിച്ചിട്ടുണ്ട്. അപകടങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ സുരക്ഷയൊരുക്കുന്ന കാര്യത്തിൽ മാപ്പർഹിക്കാത്ത കനത്ത അനാസ്ഥയുണ്ടാകുന്നുണ്ടെന്ന് വ്യക്തമാണ്. ലോണാവാലയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത. രാജ്യത്ത് പുതിയ ക്രിമിനൽ തെളിവ് നിയമങ്ങൾ പ്രാബല്യത്തിൽ. ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യത്ത് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് മധ്യപ്രദേശിലെ ഗ്വാളിയോറിലാണ്. കേരളത്തിൽ കൊണ്ടോട്ടിയിലാണ് ആദ്യ കേസ്. പുതിയ നിയമങ്ങൾ പരാതിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. അർദ്ധരാത്രി 12 മണിക്കാണ് പുതിയ ക്രിമിനൽ തെളിവ് നിയമങ്ങൾ പ്രാബല്യത്തിലായത്. IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിത, CRPCക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷി നിയമം. ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യത്ത് ആദ്യ കേസ് രാത്രി 12:10 മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ രജിസ്റ്റർ ചെയ്തു. മോട്ടോർ സൈക്കിൾ മോഷണവുമായി ബന്ധപ്പെട്ടാണ് കേസ്. കേരളത്തിൽ BNS അനുസരിച്ച് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് മലപ്പുറം കൊണ്ടോട്ടിയിൽ.
അശ്രദ്ധമായി ഇരുചക്ര വാഹനം ഓടിച്ചയാൾക്കെതിരെ BNS 173 വകുപ്പ് പ്രകാരം കേസെടുത്തത് രാത്രി 12:20. ഇന്നലെ രാത്രി 12 മണിക്ക് മുൻപ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പഴയ നിയമങ്ങളനുസരിച്ച് തന്നെയാകും തുടർ നടപടികൾ. പുതിയ നിയമങ്ങൾ പോലീസുകാരുടെ മാത്രമല്ല, പരാതിക്കാരുടെ അവകാശങ്ങളും സംരക്ഷിക്കുന്നതാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. പ്രതിപക്ഷം നിയമങ്ങൾക്ക് രാഷ്ട്രീയ നിറം നൽകുന്നുവെന്ന് വിമർശനവും ഉന്നയിച്ചു. अपने राज्य की सुरक्षा के लिए अंग्रेजों ने बनाया हुआ कानून था. राजद्रोह को हमने जड़ से समाप्त कर दिया है और देश विरोधी हरकतों के लिए नई धारा लेकर आए हैं. പുതിയ നിയമങ്ങൾ രാജ്യത്തെ പോലീസ് സ്റ്റേറ്റാക്കി മാറ്റുമെന്നാണ് പ്രതിപക്ഷ വിമർശനം. നിയമങ്ങൾ പാർലമെന്റിൽ വീണ്ടും ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാവും ചണ്ഡീഗഡ് MP-യുമായ മനീഷ് തിവാരി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 24. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിനും മേയർ ആര്യ രാജേന്ദ്രനും രൂക്ഷ വിമർശനം. ന്യൂനപക്ഷത്തോടുള്ള പാർട്ടിയുടെ സമീപനത്തെ ചൊല്ലി യോഗത്തിൽ തർക്കമുണ്ടായി. തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്നാരോപിച്ച ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയോട് സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടി. ആലപ്പുഴയിലെ പരാജയത്തിന് വെള്ളാപ്പള്ളി നടേശന്റെ ഇടപെടലുകളും കാരണമായെന്ന് CPIM ജില്ലാ നേതൃത്വം വിലയിരുത്തി. പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം കമ്മ്യൂണിസ്റ്റ് ശൈലിയിലല്ലെന്ന വിമർശനത്തിന് CPM ജില്ലാ സെക്രട്ടറി മറുപടി പറയുമ്പോഴായിരുന്നു വാഗ്വാദം. കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് നിരക്കാത്തതെന്ന വിമർശനത്തെ പ്രീണനമെന്ന് തെറ്റിദ്ധരിച്ച് സെക്രട്ടറി മറുപടി പറഞ്ഞതിനെ അംഗങ്ങൾ ചോദ്യം ചെയ്തു. മറുപടി തിരുത്തണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടതോടെ തർക്കമായി. ഒടുവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഇടപെട്ടു. വിമർശനം ശരിയായല്ല മനസ്സിലാക്കിയതെന്നും ജില്ലാ സെക്രട്ടറി തിരുത്തണമെന്നും M സ്വരാജ് നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിനാണ് ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്നും ആ മുതലാളിയാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നുമായിരുന്നു കരമന ഹരിയുടെ ആരോപണം. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതെന്നായിരുന്നു ചില അംഗങ്ങളുടെ കുറ്റപ്പെടുത്തൽ. മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നു. രണ്ടുപേരും പക്വത കാണിച്ചില്ലെന്നും മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കടകംപള്ളിയുമായുള്ള തർക്കത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ജില്ലയിലെ പാർട്ടിയുടെ നേതാവിനെയും ജനപ്രതിനിധിയെയും കരിനിഴലിൽ നിർത്തിയെന്ന വിമർശനമുണ്ടായി. ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ SNDP പ്രതിനിധിയാണെന്ന പ്രചാരണം ചെറുക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വെള്ളാപ്പള്ളി നടേശൻ ശോഭാ സുരേന്ദ്രനെ അഭിനന്ദിക്കുന്ന വീഡിയോ ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിച്ചു. ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ UDF-ന് ലഭിച്ചതും തിരിച്ചടിയായി. 24 തിരുവനന്തപുരം. കായംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ ഏരിയ സെക്രട്ടറിക്കെതിരെ ലൈംഗിക ചൂഷണ പരാതി. CPIM പത്തിയൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ പ്രേംജിത്തിനെതിരെയാണ് പരാതി. കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് പരാതിക്കാരി ആരോപിച്ചു. പരാതി വ്യാജമെന്നാണ് പ്രേംജിത്തിന്റെ പ്രതികരണം. പ്രേംജിത്തിന്റെ അമ്മയുടെ പേരിലുള്ള ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന യുവതിയാണ് പരാതിക്കാരി. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രേംജിത്ത് നിരന്തരം നിർബന്ധിച്ചെന്നും ചൂഷണത്തെ തുടർന്ന് ജോലി ഉപേക്ഷിച്ചെന്നും യുവതി. പിന്നീട് കണക്ക് ശരിയാക്കാൻ എന്ന പേരിൽ സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തി തന്നെ പൂട്ടിയിട്ടു. ഇത് ചോദ്യം ചെയ്ത ഭർത്താവിനെ മർദ്ദിച്ചു, കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരി. ഞാൻ 10-ാം തീയതിയാണ് അവിടെ ലാസ്റ്റ് ജോലിക്ക് പോയത്. അന്ന് പുള്ളിക്കാരൻ എന്നെ ലൈംഗികപരമായ കാര്യങ്ങൾക്ക് നിർബന്ധിച്ച് അത് എതിർത്തതിനെ തുടർന്ന് പുള്ളിക്കാരൻ എന്നെ കള്ളക്കേസ് കൊടുക്കുമെന്നും എൻ്റെ വീട്ടുകാരെ എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇത് മറ്റാരെങ്കിലോടും പറയോ മറ്റും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ എന്നെ വെട്ടിക്കൊന്ന് കുറ്റിക്കാട്ടി കൊണ്ട് തള്ളുവെന്നാണ് പറഞ്ഞത്. തന്റെ മൊഴി പോലീസ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്നും യുവതി ആരോപിക്കുന്നു. എന്നാൽ യുവതിയുടെ മൊഴി പ്രകാരം തന്നെയാണ് കേസെടുത്തതെന്ന് കരിയിലക്കുളങ്ങര CI വിശദീകരിക്കുന്നു. പ്രേംജിത്തും പരാതിക്കാരിയായ യുവതിയും തമ്മിൽ പണമിടപാട് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നുവെന്നും പോലീസ്. തനിക്കെതിരായ പരാതി വ്യാജമെന്ന് പ്രേംജിത്തും പ്രതികരിച്ചു. 24 ആലപ്പുഴ. പത്തനംതിട്ട തിരുവല്ലയിലെ CPIM പ്രാദേശിക നേതാവ് CC സജിമോനെതിരായ പീഡനാരോപണം തള്ളി കേസിൽ ഉൾപ്പെട്ട യുവതി തന്നെ രംഗത്തെത്തി. തന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ലെന്നും തന്റെ കുഞ്ഞിന്റെ പിതാവ് സജിമോൻ അല്ലെന്നും യുവതി 24-നോട് പറഞ്ഞു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R സനൽകുമാറാണ് കേസിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും യുവതി പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. എന്റെ കുഞ്ഞാണ്, എന്റെ കുഞ്ഞ്. എനിക്ക് എന്റെ ഭർത്താവ് നിലവിലുണ്ട്, എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടില്ല, എന്റെ ഭർത്താവ് എന്റെ കൂടുണ്ട്. എന്നെ അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയം മുതൽ ഞാനുമായിട്ട് സഹകരിച്ച വ്യക്തികൾ ഇന്നും കാണുമ്പോൾ കണ്ടാ വിളിക്കും, ചിരിക്കും, സംസാരിക്കുമ്പോൾ. പക്ഷെ അവരതൊക്കെ വിഷയങ്ങളാക്കി എടുത്ത് മാറ്റുന്നു എന്നുള്ളത് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. 2017 വിവാഹിതയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്ന കേസിലാണ് CPM തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം CC സജിമോൻ പ്രതിയായത്. യുവതിയുടെ സഹോദരനാണ് പരാതി നൽകിയത്. എന്നാൽ സജിമോനെ പിന്തുണച്ച് യുവതി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ സജിമോനെതിരെ ആർക്കും പരാതി നൽകിയിട്ടില്ല, സഹോദരന്റെ പരാതി എന്തെന്നറിയില്ല. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R സനൽകുമാറും തന്റെ സഹോദരനും സുഹൃത്തുക്കളാണെന്നും ഇവർക്ക് സജിമോനോടുള്ള വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്ന് സംശയിക്കുന്നതായും യുവതി.
പാർട്ടി സഹോദരൻ ഒത്തിരി കൂട്ടുകാരുണ്ട്. അത് സജിമോന്റെ ശത്രുക്കളായിരിക്കും, മിത്രങ്ങളായിരിക്കും. അവരെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാണ്. അതുകൊണ്ട് സഹോദരൻ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ചെയ്യുന്നതിന് അതിനെക്കുറിച്ച് എനിക്ക് ക്ലാരിഫൈ ചെയ്യാൻ അറിയില്ല. CPIM സംസ്ഥാന സെക്രട്ടറിയെ നേരിൽ കണ്ട് വിവരം ധരിപ്പിച്ചിരുന്നുവെന്നും ഇനിയും തന്നെ ഈ കേസിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിച്ചാൽ നിയമ നടപടിയെന്നും യുവതി 24നോട് പറഞ്ഞു. പീഡനക്കേസ് പ്രതിയായ സജിമോനെ CPIM തിരിച്ചെടുത്തത് വിവാദമായ സാഹചര്യത്തിലാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. സഞ്ജയ് ഹിബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പത്തനംതിട്ടയിൽ തന്നെ ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്ത. വനംവകുപ്പിനെ വെല്ലുവിളിച്ച് CPIM പ്രവർത്തകർ പട്ടയഭൂമിയിൽ നിന്നും മരം മുറിച്ചു. നിയമസഭയിൽ വനംവകുപ്പിനെതിരെ പീരുമേട് MLA വാഴൂർ സോമൻ ആഞ്ഞടിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങളെ ദ്രോഹിക്കുകയാണെന്നായിരുന്നു വിമർശനം. MLAക്ക് തെറ്റിദ്ധാരണയെന്നാണ് മന്ത്രി AK ശശീന്ദ്രന്റെ മറുപടി. പട്ടയഭൂമിയിൽ നിന്നും മരം മുറിക്കാനുള്ള വിലക്കിനെതിരെ കഴിഞ്ഞ ദിവസം CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. നിയമം ലംഘിച്ച് മരം മുറിക്കും എന്നായിരുന്നു വെല്ലുവിളി. ഇതിനു പിന്നാലെയാണ് ചിറ്റാർ സീതത്തോട്ടിലെ യോഗിരാജ് എന്നയാളുടെ പട്ടയഭൂമിയിൽ നിന്ന് CPIM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അനുമതിയില്ലാതെ മരം മുറിച്ചത്. പട്ടയഭൂമിയിൽ കർഷകർ നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കുന്നതിനും കൃഷി ചെയ്ത് വന്യമൃഗങ്ങളുടെ മറ്റ് അക്രമങ്ങളില്ലാതെ കൃഷി ചെയ്ത ആളുകൾക്ക് മുൻപോട്ട് പോകുന്നതിനും വേണ്ടിയിട്ടുള്ള സാഹചര്യം ഈ മണ്ണിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് പൊറുതിമുട്ടിയെന്ന് CPI MLA വാഴൂർ സോമൻ നിയമസഭയിൽ ആരോപിച്ചു. വകുപ്പ് മന്ത്രി പറയുന്നത് ഉദ്യോഗസ്ഥർ കേൾക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും പരിഹാസം. മന്ത്രി ഇടപെടലുകളൊക്കെ നടത്തി. പക്ഷേ മന്ത്രി പറഞ്ഞാൽ ഈ IFSകാർ കേൾക്കുമോ എന്ന കാര്യം ഇപ്പം എനിക്കും സംശയമായി തുടങ്ങിയിട്ടുണ്ട്. പറയാതെ തരമില്ല. MLAക്ക് തെറ്റിദ്ധാരണയെന്നും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മന്ത്രിയുടെ മറുപടി. ഞാനൊരു സംവിധാനത്തിന്റെ ഭാഗമാണ്. ഞാനും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം. അതിനുവേണ്ടിയുള്ള എളിയ ശ്രമങ്ങൾ മാത്രമേ ഇപ്പോൾ നടത്തിയിട്ടുള്ളൂ. ഇത് പോരാ എന്ന് എനിക്കറിയാം. വന്യമൃഗശല്യത്തിൽ ഉൾപ്പെടെ വനംവകുപ്പ് പഴി കേൾക്കുന്നതിനിടെയാണ് ഭരണപക്ഷത്തു നിന്ന് തന്നെയുള്ള വിമർശനങ്ങൾ. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം 24 പത്തനംതിട്ട. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക് ഇന്ന് സംഭവിച്ച ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. ചോദ്യപേപ്പർ കച്ചവടച്ചരക്കാക്കിയെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ. കലാലയങ്ങളെ RSS പിടിയിലാക്കിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രാജ്യസഭയിൽ. ഉത്തർപ്രദേശിൽ കൂറ്റൻ വാട്ടർ ടാങ്ക് തകർന്ന് 2 സ്ത്രീകൾ മരിച്ചു. അപകടത്തിൽ 13 പേർക്ക് പരുക്ക്. ടാങ്ക് നിർമ്മിച്ച കരാറുകാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നൽകിയ അപകീർത്തി കേസിൽ പരിസ്ഥിതി പ്രവർത്തക മേധ പട്കറിന് തടവ് ശിക്ഷ. 5 മാസത്തെ തടവ് ശിക്ഷ വിധിച്ചത് ഡൽഹി ഹൈക്കോടതി. മഹാരാഷ്ട്രയിലെ പൂനെയിൽ വെള്ളച്ചാട്ടത്തിലേക്ക് സാഹസികമായി ചാടിയ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. താമിനിഗഡ് വെള്ളച്ചാട്ടത്തിലേക്ക് ചാടിയ വിമുക്ത ഭടൻ സ്വപ്നിൽ ധവാഡയാണ് മരിച്ചത്. ഇനി കാലാവസ്ഥാ മുന്നറിയിപ്പിലേക്ക്. സംസ്ഥാനത്ത് 3 ദിവസം ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. യൂറോകപ്പ് വാർത്തയിലേക്ക് ഇനി കാൽപന്തോളം. യൂറോകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ഇന്ന് ഫ്രാൻസ്, ബെൽജിയം സൂപ്പർ പോരാട്ടം. ക്വാർട്ടർ ലക്ഷ്യമിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും ഇന്നിറങ്ങും. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുകയാണ്. ഇനി പൊതുജനം കഴുതയുള്ള സാറുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. നമസ്കാരം.